1960 ഒരു വിദ്യാർത്ഥിയായി തേവര കോളേജിലേക്ക് വന്ന് പിന്നീട് കോളേജിൻ്റെ മാനേജർ വരെയായി മാറിയ ഫാദർ സക്കറിയാസ് പായിക്കാട്ടച്ഛനാണ് ഇന്ന് ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിൽ. അച്ഛൻ നമസ്കാരം. നമസ്കാരം. അച്ഛൻ ഒരു 1960 ഒരു വിദ്യാർത്ഥിയായിട്ട് ഈ തിരുഹൃദയ കലാലയത്തിലേക്ക് വരികയും പിന്നീട് ഇതിൻ്റെ പരമോന്നത സ്ഥാനം വരെ എത്തിയ ഒരു വ്യക്തിത്വമാണ് അച്ഛൻ. ആ യാത്രയെക്കുറിച്ച് വളരെ ലഘുവായിട്ടൊന്ന് നിങ്ങളുടെ ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിൽ ഒന്ന് പറയാമോ? ഞാനിവിടെ ഈ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കും. പ്രീ യൂണിവേഴ്സിറ്റി, ഡിഗ്രി, PG ഈ 3 കോഴ്സുകളും നടത്തി ഇവിടെയാണ് ചെയ്തത് ആദ്യമായിട്ട്. ആ അവസരത്തിൽ ഞാൻ പഠിക്കാൻ സാമാന്യം സമർത്ഥനായിരുന്നു. എനിക്ക് 3 ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഏത് വിഷയത്തിലാണ്? ഒന്ന് ഇംഗ്ലീഷിൽ, അത് ഈ പാറേക്കാട്ടിൽ മെമ്മോറിയൽ ഗോൾഡ് മെഡലാണ്. ആദ്യമായിട്ട് അതിൻ്റെ ആദ്യത്തെ വിന്നർ ഞാനാണ്, പ്രഥമ. പിന്നീട് മാത്തുള്ള മെമ്മോറിയലും പോത്തൻ ജോസഫ് മെമ്മോറിയൽ, ഇങ്ങനെ അത് 2 എക്കണോമിക്സിന് MAക്കും BAക്കും MAക്കും അങ്ങനെ 3 ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് MA കഴിഞ്ഞിട്ട് MA പാസ്സായതിനു ശേഷം MA എക്കണോമിക്സ് പാസ്സായതിനു ശേഷം ഞാൻ തിയോളജി പഠിക്കാനായിട്ട് ബാംഗ്ലൂർക്ക് പോയി, ധർമ്മരാമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ക്രൈസ്റ്റ് കോളേജ് എന്നും പറഞ്ഞൊരു, ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഒരു കോളേജ് ഉണ്ടായിരുന്നെന്ന്. ആ കോളേജിലെ എക്കണോമിക്സിൻ്റെ പ്രൊഫസർ ഗവൺമെൻറ് ജോലി കിട്ടിപ്പോയി. അപ്പോൾ അവിടെ ആളില്ലാതെ വന്നു. അപ്പോൾ എന്നോട് പാർട്ട് ടൈമായിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 കൊല്ലം വിദ്യാർത്ഥിയായിരുന്നു, അധ്യാപകനുമായിരുന്നു. ഒരേ സമയത്ത് അധ്യാപകനും വിദ്യാർത്ഥിയായിരുന്നത് ധർമ്മരാം കോളേജിലെ ക്രൈസ്റ്റിലെ ലെക്ചറർന്നോ എന്തെങ്കിലും പറയാം. ഒരു ആക്സിഡന്റൽ ആയിട്ടുണ്ടായതാണ് എന്ന് പറയാൻ പറ്റും. അധ്യാപന ജീവിതം അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഒരു സന്ദർഭം. ഞാൻ ഇവിടെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സാലസൻ എന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത്. സാലസൻ ഇവിടുത്തെ ഈ പ്രൊവിൻസിൻ്റെ സ്ഥാപകൻ എന്ന് വേണേൽ പറയാം, ഈ കോളേജിൻ്റെ സ്ഥാപകൻ എന്നും പറയാം. അപ്പോൾ അദ്ദേഹം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യനാണ്. അപ്പോൾ ഞാൻ തിയോളജി കഴിഞ്ഞ് വന്നാൽ ഉടനെ ഇവിടെ കയറും. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. പക്ഷേ അന്നേരം അവിടെ ആളില്ലാതെ വന്നപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ അവിടെ 2 കൊല്ലം പഠിക്കുകയും കൂടി ചെയ്തു. അതിനുശേഷം പിന്നത്തെ 2 കൊല്ലം തിയോളജി പഠിച്ചു പട്ടം കിട്ടിയത് 70 മെയ് 18-നാണ് പട്ടം കിട്ടിയത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് വൈദികനായിട്ടാണ് വരുന്നത്. വൈദികനായിട്ട് വന്ന് ചമ്മാച്ചനായിട്ട് നിമിഷറ്റ് കഴിഞ്ഞ് ചമ്മാച്ചനായിട്ട് തുടങ്ങി. അന്ന് പിന്നെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനായിട്ട് വന്ന് ഇവിടെ സ്റ്റാഫിൽ ചേർന്നു. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കുറേ പ്രായമായ അധ്യാപകരുണ്ടായിരുന്നു എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ. അവരുടെയൊക്കെ കാലത്തെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി ഇതെല്ലാം കൂടെ കൂടി മിക്സായിട്ടുള്ള ഒരു കോഴ്സായിരുന്നു അവർക്ക്. അതുകൊണ്ട് പുതിയ എക്കണോമിക്സിനെ കുറിച്ചൊന്നും അവർക്ക് വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർ പ്രഗത്ഭരായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നാലും പൊതുവിൽ എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ധാരണയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ കിട്ടി. കാരണം അന്നത്തെ പ്രൊഫസർ ദിഗമൻ ജേക്കബ് സാറായിരുന്നു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഫസർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുടുംബവും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉള്ള ഞങ്ങൾക്ക് ഇനി മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അച്ഛന് ജൂനിയർ ക്ലാസ്സിലുള്ള ക്ലാസ്സുകളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. അച്ഛന് ഈ MAക്കും BAക്കും പഠിപ്പിച്ചാൽ മതി എന്ന്. അധ്യാപന ജീവിതം തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ തന്നെ അതെ അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ കിട്ടിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കാനും അതുപോലെ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതൊരു ദൈവനിയോഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 8 കൊല്ലം കഴിഞ്ഞപ്പോൾ 70-ലാണ് ഞാൻ ചേർന്നത്. 78 ഞാൻ അമേരിക്കയ്ക്ക് പോയി ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD പ്രോഗ്രാം തുടങ്ങി വെച്ചു. അതും എക്കണോമിക്സിൽ തന്നെ. അതിൻ്റെ 2 കൊല്ലം കൊണ്ട് എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത 12 ക്രെഡിറ്റും
അവിടെ നിന്ന് 2 കൊല്ലം കൊണ്ട് വെക്കേഷൻ ഉൾപ്പെടെ നേടിയ ബാക്കി ക്രെഡിറ്റ് 18 കൊല്ലം കൊണ്ട് 30 ക്രെഡിറ്റ് കിട്ടി. പിന്നെ ഒരു പേപ്പർ എഴുതണം ഈ അതിന് 30 ക്രെഡിറ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തീസിസ് തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള പ്ലാനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുന്നുള്ള വിളി വന്നു, തിരിച്ചു ചെല്ലണം, തിരിച്ചു വരണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇവിടെ വേറെ 4-5 പേരുണ്ട്, അവർക്കൊക്കെ പോകണം. എല്ലാവരും കൂടെ പോയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഒരാളോടെ പോയി ഏറെ നാൾ ചിലവഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടില്ല. അവിടെ തിരിച്ചു വരണം, ഇവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ പ്രൊഫസർ ഡോക്ടർ സാൽവറ്റോറായിരുന്നു. അദ്ദേഹം 2 കൊല്ലത്തേക്ക് എൻ്റെ രജിസ്ട്രേഷൻ സ്വന്തം ചെലവിൽ നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഉടനെ എങ്ങും വരുന്നില്ല, അതുകൊണ്ട് സാറ് വെറുതെ ബുദ്ധിമുട്ടണ്ട എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെ ആ പരിപാടി നിർത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനടി എന്നെ ബർസാറാക്കി, കോളേജിൻ്റെ ബർസാറാക്കി. 80-ലാണ് തിരിച്ചു വരുന്നത്, 82-ലാണ് ബർസാറായത്. ബർസാറായിരുന്ന അവസരത്തിൽ ഈ കോളേജിൻ്റെ കെട്ടിടമൊക്കെ കുറേയൊക്കെ ഇപ്പോഴത്തെ രീതിയിലായിരുന്നില്ല, കുറേയൊക്കെ ഒരു ജീർണാവസ്ഥയിലായിരുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഭാഗം സുവോളജി ബോട്ടണി ക്യാമ്പസിലെ ഈ 2 സെക്ഷൻ, ഈ വരാന്തയുടെ ഇടത്ത് വശത്തുള്ളത് സുവോളജി, ഇവിടെയുള്ളത് ബോട്ടണി. അത് രണ്ടും എന്ന് പറഞ്ഞാൽ നശിച്ചു പോകത്തക്ക രീതിയിലായിരുന്നു. അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന റിപ്പയർ വർക്ക് ഒക്കെ ഞാൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ 84 എന്നെ പ്രിയോരാക്കി, ഇവിടുത്തെ പ്രിയോരായപ്പോൾ എൻ്റെ ശ്രദ്ധ കൂടുതലും ഗോവിന്ദയിലേക്കായിരുന്നു. കാര്യം ശരിയാണ്, ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഫുൾ ടൈം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, കോളേജിൻ്റെ മാനേജറുമായിരുന്നു. അതേ സമയത്ത് മോണസ്ട്രിയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്കൂള്, LP സ്കൂളിനൊരു കെട്ടിടമില്ല, പറ്റിയൊരു സൗകര്യങ്ങളില്ല. അതുകൊണ്ട് അവിടുത്തെ കുട്ടികളെല്ലാം 3 ഡിവിഷൻ വെച്ചുണ്ടായിരുന്ന LP സ്കൂള്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് ഉണ്ടാവുന്ന സ്കൂളുകൾ വളരെ വിരളമായിരിക്കുമല്ലോ, അപ്പോൾ അതിലൊരു സ്കൂളായിരിക്കാം ഈ. അല്ല, അത് ഇന്നിപ്പോൾ എനിക്കൊന്ന് 120-130 കൊല്ലമായി തുടങ്ങിയിട്ട്. എത്രയെന്ന് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. അത് 100 കൂടുതലായി എന്നുള്ളത് യാതൊരു സംശയമില്ല. 130 കാണും. കാരണം ഞാനിവിടെ ഉള്ളപ്പോഴാണ് ഈ ഇതിൻ്റെ 120-100 വരുന്നത്. അപ്പോൾ 32 കൊല്ലമായാലും ഞാൻ പോയിട്ട്. അതിൽ 100 കൂടുതൽ വർഷമായ സ്കൂളാണ്. അത് 2-3 പ്രാവശ്യം പറിച്ചു നട്ടു. നമ്മുടെ പള്ളിയുടെ മുറ്റത്തായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് മറ്റേ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു മെസ്സോള് കൺവേർട്ട് ചെയ്ത് അവിടെ ആയിരിക്കും. വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്തോറും അല്ല, വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയല്ല ചെയ്തത്. അത് അവിടെ വന്നപ്പോഴത്തേക്ക് കുറയാണ് ചെയ്തത്. കുറയാൻ കാരണം അവിടെ ഈ മഴക്കാലത്ത് വരുന്ന വഴിയിൽ ഒരു മുട്ടോളം വെള്ളം കാണും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അതിലെ വിടാൻ കാരണന്മാർക്ക് താല്പര്യമില്ലാതായി. അങ്ങനെ സ്കൂളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 7 ടീച്ചർമാരും 103 പിള്ളേരും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിങ്ങനെ ഈ പരിപാടിക്ക് പരിശ്രമിക്കുന്നത്. അത് ഇപ്പുറത്തേക്ക് ഒരു കെട്ടിടം പണിത് ഇങ്ങോട്ട് മാറ്റി ഇപ്പോഴത്തെ UP സ്കൂള് ഞാൻ പണിയിച്ച കെട്ടിടമാണ്. അത് മാറിക്കഴിഞ്ഞ് ഒരു 2-3 ഓരോ ക്ലാസ്സിലും ഈ 2 ഇംഗ്ലീഷ് മീഡിയം കൂടി അങ്ങ് തുടങ്ങി. ആരോടും ചോദിക്കാതെ അങ്ങ് തുടങ്ങി. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ ഇറച്ചി തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറേ ഈ ആംഗ്ലോ ഇന്ത്യൻ ലേഡീസിനെ അത് PTA അവർ റിക്രൂട്ട് ചെയ്ത് അവർ തന്നെ പുള്ളിയിൽ നിന്ന് കാശ് പിരിച്ച് അവർ തന്നെ ശമ്പളം കൊടുത്ത് അവരെ കൂടെ ഏർപ്പാടാക്കുമ്പോഴത്തേനും നല്ല തിരക്കായി സ്കൂളിൽ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 3 കൊല്ലമായിരുന്നു പ്രയറായിരുന്നത്. ആ 3 കൊല്ലം ഓരോ പ്രോജക്റ്റ് ഞാൻ നടപ്പാക്കിയിട്ടുണ്ട്. മോണസ്ട്രിയുടെ കിച്ചനും ആ ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നു വളരെ പഴയ കാലഘട്ടത്തിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള. അതെ. അതെ. പക്ഷേ മോണസ്ട്രിയുടെ ഭാഗത്ത് അല്ല ഞാൻ ചെയ്തത്. മോണസ്ട്രി ഡൈനിങ് ഹാളിൻ്റെ ആ ഭാഗത്താണ്. അതിനപ്പുറത്തുള്ളതെല്ലാം ഞാൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ വേറെ കാര്യങ്ങളും ചെയ്തു. നമ്മുടെ കോളേജിൻ്റെ പ്രധാന വികസനം എന്ന് പറയുന്നതിൻ്റെ 3ാം നില അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. 3ാം നില എൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ, ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഗോൾഡൻ ജൂബിലിയുടെ സമയമാണ്. 94 ഗോൾഡൻ ജൂബിലിയാണ്. അപ്പോൾ ഞാനന്ന് 93 തന്നെ പറഞ്ഞു തുടങ്ങി. 94 ഈ
വേറൊരു പ്രിൻസിപ്പലിനെ ആക്കണം. അപ്പം എൻ്റെ ടേം പൂർണ്ണമായില്ല. വേറൊരു പ്രിൻസിപ്പലിനെ ആക്കിയില്ലെങ്കിൽ ഇത് തുടർന്നു കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വേറൊരാളെ ആക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പിന്നെ അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിൽ 15 കൊല്ലമെങ്കിലും സർവീസ് ഇല്ലാത്ത ആരെയും പ്രിൻസിപ്പൽ ഫസ്റ്റ് ഗ്രേഡ് കോളേജിൻ്റെ പ്രിൻസിപ്പലാക്കില്ല. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ അതിന് പറ്റിയ ആളുകളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അന്നത്തെ വൈസ് ചാൻസലറെ ഞങ്ങൾ സതീർത്ഥ്യരായിരുന്നു. പിന്നെ പുള്ളിയുടെ അമ്മ വീടും എൻ്റെ വീടും തൊട്ടടുത്താണ്. അങ്ങനെ ആയിരുന്നതുകൊണ്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു വർഗീസ് സാറിനെ. വർഗീസ് സാർ എന്നോട് പറഞ്ഞു 10 കൊല്ലം കഴിഞ്ഞ ആരെയെങ്കിലും അച്ഛൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പിന്നെ അപ്രൂവ് ചെയ്തു തരാം. അതുകൊണ്ട് അച്ഛൻ മാറുകയാണ്. അന്ന് കോളേജ് ഓട്ടോണമസ് അല്ലാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ വളരെ ശക്തമായി അധികമൊന്നുമില്ല. ഈ 15 കൊല്ലത്തെ സർവീസ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കുണ്ടായിരുന്നു, ഓസ്റ്റിനച്ചനും ഉണ്ടായിരുന്നു. ഓസ്റ്റിനച്ചൻ പറഞ്ഞു ഞാൻ എടുക്കില്ല, ഞാൻ തീർച്ചയായിട്ടും എടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേറെ ആളെ അന്വേഷിച്ചത്. അങ്ങനെ പാലവറ്റച്ഛനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അദ്ദേഹം അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, അദ്ദേഹത്തെ പ്രിൻസിപ്പലാക്കി. അപ്പോൾ പിന്നെ ഈ ജൂബിലിയുടെ കാലഘട്ടമായല്ലോ. അപ്പോൾ പിന്നെ ജൂബിലിയുടെ ചാർജ് അതിൻ്റെ ചെയർമാനും ഒക്കെ ഒരു പ്രിൻസിപ്പൽ തന്നെ ആകണം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവരാരും സമ്മതിക്കില്ല. അത് ഞാനായേ തീരൂ എന്നുള്ള ഒരു അഭിപ്രായം വന്നതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു. അങ്ങനെ എന്നിട്ടാണ് ഈ പണി തുടങ്ങിയത്. ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോളേജിൻ്റെ കെട്ടിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ബിൽഡിങ് അത് മണലിൻ്റെ പുറത്ത് പിന്നെ ഇഷ്ടിക കൊണ്ട് പണിത ഇഷ്ടിക ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു കെട്ടിടമാണ്. അതിൻ്റെ മുകളിൽ ഒരു 3-ാം നില പണിയാൻ പറ്റില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഞാനിങ്ങനെ പക്ഷേ MP കുര്യൻ എന്ന് പറഞ്ഞൊരു വലിയ കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. നേവിയുടെ കോൺട്രാക്ടറാണ്. പുള്ളിക്കാണ് ഇത് 3-ാം നിലയ്ക്കൊക്കെയുള്ള എക്യുപ്മെൻറ്റ് ധാരാളമായിട്ടുള്ളത്. പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി നമ്മുടെ കോളേജിൻ്റെ ഒരു പിന്നെ ഒരു ബെനഫാക്ടറായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ എക്യുപ്മെൻറ്റും എൻ്റെ സ്റ്റാഫും ഫ്രീ ആയിട്ട് അച്ഛന് തന്നേക്കാം എന്ന് പറഞ്ഞാൽ പണിയാനായിട്ട്. പണി കഴിയുമ്പം ഞാനത് വിൽക്കും. പക്ഷേ പണി തീരുന്നത് വരെ അപ്പോൾ ഒരു 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് പണിയാവുന്നുള്ളതാണ് സങ്കല്പം. അത് കഴിയുന്നവരെ ഞാനതിന് ചാർജൊന്നും ചെയ്യില്ല, അച്ഛൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പം ഞാൻ മെറ്റീരിയലും ലേബറും കൊടുത്താൽ മതി, അത് സന്തോഷമായി. അങ്ങനെ പറഞ്ഞിരുന്ന് പുള്ളി വന്ന് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് പണിയാം എന്ന് പറഞ്ഞു. പുള്ളി ഒരു മദ്രാസ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കുകാരൻ ആർക്കിടെക്റ്റാണ്. പക്ഷേ പുള്ളിയുടെ സ്ട്രക്ചർ എഞ്ചിനീയർ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചിത്രം മാറി. പുള്ളി പറഞ്ഞു ഈ അടിയിലത്തെ ഭിത്തി 2 അടിയാണ്, അതായത് 14 ഇഞ്ച് പിന്നെ വെട്ടുകല്ല് ആണിക്ക് കിട്ടി. പറഞ്ഞാൽ 14 7 21. അത് 2 വശം തേപ്പും കൂടെ കൂടിയപ്പോഴത്തേനും 2 അടിയായി. അതുപോലെ മുകളിലേക്ക് വെക്കണമെന്ന് പറഞ്ഞു. 2-ാം നിലയിൽ അത്രയും വെയിറ്റ് കയറ്റുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല. ഏതായാലും അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ വളരെ വിഷമിച്ചു. അപ്പോൾ എൻ്റെ ഇവിടെ പഠിച്ചിരുന്ന കുറേ കുട്ടികൾ എൻജിനീയേഴ്സായിട്ടും കോൺട്രാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു 4-5 പേര് കൂടി എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഇങ്ങനെ ഡെസ്ക് പഠിച്ചിരിക്കുന്നതെന്നു പറഞ്ഞു. അന്നത്തെ ഒരു ഭാഷയാണ്. ഇടിക്കുന്നതെന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞു. നമുക്കൊരു കപ്പ് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അക്കോബായിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരാളെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഒരു മുറിയിൽ ഇവർ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നതാണ്. അത് സുരേഷ് എന്ന് പറഞ്ഞൊരു എൻജിനീയർ, എറണാകുളത്തെ പിന്നെ പ്രധാനപ്പെട്ട എൻജിനീയേഴ്സിൽ ഒരാളായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ധൃതി കേട്ട് അദ്ദേഹം മരിച്ചുപോയത്. ശരിയോ ഇല്ലയോ എന്ന് എനിക്കറിയാം, ഇപ്പോഴും അന്വേഷിക്കാൻ വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അദ്ദേഹം വന്ന് അദ്ദേഹം വന്ന് ചെന്നപ്പോഴേ എന്നോട് ഇവർ നേരത്തെ ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ MP കുര്യൻ വലിയ ആർക്കിടെക്റ്റും പിന്നെ ബിൽഡറുമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയൊക്കെ പഴയതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പണിയാൻ പാടില്ലെന്നൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് മണലിൽ പണിതാണല്ലോ, മണലിൽ വെട്ടുകല്ല് കൊണ്ട് പണിതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഈ സുരേഷുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറും എൻ്റെ ഫാദറും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദറും സതീർത്ഥ്യനായിരുന്നു. പല സ്വദേശികളാണ്. അപ്പോൾ പിന്നെ എന്നിട്ട് പറഞ്ഞു ഈ കരിങ്കല്ലിൻ്റെയും മണലിൻ്റെയും ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഒന്നാണ്, പക്ഷേ
ഒരു തരി മണൽ പോലും അതിനകത്തുനിന്ന് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം വന്ന് നോക്കിയിട്ട് ആ പടിഞ്ഞാറ് വശത്തെ ആ ഇതുണ്ടല്ലോ കാന, അതിൻ്റെ ഭിത്തി എല്ലാം വെട്ടിത്തേച്ചു. എല്ലാം വെട്ടിത്തേച്ച് പുറത്തു പോകാതിരിക്കാനായിട്ട് വെട്ടിത്തേച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ പണിതു. പിന്നെ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന കൂട് പിന്നെ ഭയങ്കര ആഞ്ഞിലിത്തടി കൊണ്ട് കിഴക്കൻ ആഞ്ഞിലിത്തടി, നല്ല കട്ടിയുള്ള ആഞ്ഞിലിത്തടി കൊണ്ട് പണിതാണ്. അത് കൊച്ചി മഹാരാജാവിൻ്റെ സംഭാവനയായിട്ട് പിന്നെ സാലഹസിന് കിട്ടിയതുമാണ്. അത് ഭയങ്കര വണ്ണമുള്ള തടിയായിരുന്നു. അത് എല്ലാം കൂടി ഇറക്കി, അത് ഓടും കൂടി ഇറക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ സ്പാൻ ഓരോ ക്ലാസ് റൂമിൻ്റെ 35 അടി കൂടുതലാണ്. അതും കൂടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പിന്നെ MB കുര്യൻ സാറ് പറഞ്ഞ ആ രീതിയിൽ പണിതാലേ അതൊരു വൃത്തിയാകില്ല. കാരണം ഒരു 95 സെൻറ്റിമീറ്റർ ഇറക്കവും 65 സെൻറ്റിമീറ്റർ കനവുമുള്ള ഒരു ബീം കോളേജിൻ്റെ ഈ ക്ലാസ് മുറിയുടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ട് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നമുക്കത് ഗ്രിഡ് ബീം ആക്കി കളയാം. ഗ്രിഡ് ബീം ആക്കിയാൽ ഒട്ടും പിന്നെ കൂടുതൽ സിമെൻറ്റോ കമ്പിയോ വേണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത് അപ്പോഴത്തേക്കും നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരു ആൻ്റണി, പുള്ളി ഇപ്പോൾ കുന്നേൽ എൻജിനീയേഴ്സിൻ്റെ പിന്നെ ബിൽഡേഴ്സിൻ്റെ ചെയർമാനാണ്. പുള്ളി ഇപ്പോൾ ഇൻ്റർനാഷണലാണ്. ആ പുള്ളി പറഞ്ഞു ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ പുള്ളി പുള്ളിയും അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം, അതായത് മെറ്റീരിയലും കൂലിയും ഞാൻ കൊടുക്കണം, ലേബറും കൊടുക്കണം. പുള്ളി ഒരു പൈസയും വാങ്ങിച്ചില്ല. അങ്ങനെ ഒരു 2-3 ലക്ഷം രൂപയുടെ പണി ചെയ്തു. അതായത് 2-3 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് ഈ നിലപണിയാനും ഈ ഇതിൻ്റെ ഈ പിന്നെ 1 നില പൊക്കാനും അതിനുള്ള മെറ്റീരിയൽ മാത്രമാണ്. അത് 2-3 ലക്ഷം അല്ല, എനിക്കൊന്ന് 8-10 ലക്ഷം രൂപയുടെ ചില 64 അന്ന് പുള്ളി ഒരു പൈസയും പുള്ളിയുടെ കമ്പനിയുടേതായിട്ട് മേടിച്ചില്ല. കാരണം പുള്ളിയെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അപ്പോൾ ചിലവ് മാത്രം വാങ്ങിക്കൊണ്ട് അങ്ങനെ പണിത് തീർത്തു. ഇപ്പം അന്ന് പലരും ഒക്കെ പറഞ്ഞു കോയന്തയിൽ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, ഇത് നിൽക്കില്ല, ഇത് വീണു പോവും എന്ന് പറഞ്ഞു. 3 കൊല്ലം കഴിയുന്നതിന് മുമ്പ് താഴെ വീഴുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ 34 കൊല്ലം കഴിഞ്ഞപ്പോൾ ബികോം എക്കണോമിക്സ് ഒക്കെ ആ നിലയിലാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല കെമിസ്ട്രിയുടെ ആ ഭാഗമൊക്കെ വലുതാക്കി. അങ്ങനെ കോളേജിലെ പിന്നെ അക്കാഡമിക് ലെവലിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയത് അത് എന്നാണ് ഈ മറൈൻ എന്താണ്, ഞാൻ അതിൻ്റെ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല ഇപ്പം. അതായത് പിന്നെ നമ്മുടെ കിഴക്കേറ്റത്ത് ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിക്കുന്ന ആ ഭാഗത്തുള്ള എന്തോ ഒരു കോഴ്സ് അതങ്ങനെ തുടങ്ങി. പിന്നെ ഇവിടെ ജൂബിലിയോടനുബന്ധിച്ച് പല കോഴ്സുകളും പുതുതായിട്ട് തുടങ്ങി. പിന്നെ സുവോളജി MSc, കെമിസ്ട്രി MSc ഉണ്ടായിരുന്നു, സുവോളജി MSc ഉണ്ടായിരുന്നു, മറ്റേ ബോട്ടണി MSc, സുവോളജി അല്ല, ബോട്ടണി MSc. ഇതൊക്കെ തുടങ്ങാൻ സാധിച്ചു. പിന്നെ ആകെപ്പാടെ ഒരു കോളേജിൻ്റെ ഒരു ലുക്ക്, ഒരു ചെറിയൊരു സംരംഭം എന്നുള്ള നിലയിൽ ഇങ്ങനെ 2 നിലയിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിൻ്റെ 3 നിലയിൽ വന്നപ്പോഴത്തേക്കും നല്ലൊരു എടുപ്പായി. അപ്പം അങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും കോളേജിൽ ചെയ്തിട്ടുള്ളത്. അന്നത്തെ ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ എങ്ങനെ? വിദ്യാർത്ഥികളുടെ അന്തരീക്ഷം 76 വരെ ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല പിന്നെ ഗുസ്തിയായിരുന്നു പിള്ളേരുമായിട്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളും പലതരത്തിലുള്ള സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മുരളി സമരമൊക്കെ ആ കാലഘട്ടത്തിലാണ്. മുരളി സമരത്തിൻ്റെ പറഞ്ഞാൽ തമാശയാണ്. മുരളി സമരം ഉണ്ടായത് ഇങ്ങനെയാണ്. കുറേ കുട്ടികൾ, കുറേ ഉഴപ്പന്മാർ കുട്ടികൾ SFIക്കാരായിരുന്നു, അല്ല KSUക്കാരാണ് അവർ. KSUക്കാർ ഇങ്ങനെ SFI ഒന്നും വന്നിട്ടില്ല. പിന്നെ KSUക്കാരെ പറഞ്ഞു എടാ സമരം ചെയ്തെടുത്തിരുന്നാളായല്ലോ എന്ന് നമുക്കൊരു സമരം ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങി. എന്നിട്ട് വിദ്യാർത്ഥി ഐക്യ സിന്ദാബാദ് എന്ന് പറഞ്ഞ് തുടങ്ങി.
അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വിക്ടോറിയൻസിനായിരുന്നു പ്രിൻസിപ്പല്. അദ്ദേഹം പിന്നെ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഇങ്ങനെ പറഞ്ഞാൽ പോകും അത്ര തന്നെ. ഇവർ ചെന്നിട്ട് ഈ പെരുമാനൂർ ചെന്നിട്ട് ബസ് തടയാമെന്ന് പറഞ്ഞു. ബസ് തടയാമെന്ന് പറഞ്ഞു. അന്ന് ഈ പിന്നെ അരൂർ ഭാഗത്തേക്കുള്ള ഒരൊറ്റ ലിങ്കേ ഉള്ളൂ, അത് തോപ്പുംപടി വഴിയാണ്. മറ്റേ ഈ പാലങ്ങളൊന്നുമില്ല, വെണ്ടുരുത്തിയോ മറ്റൊന്നുമില്ല, അരൂർ പാലങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവരവിടെ ചെന്ന് പെരുമാനൂർ ചെന്നിട്ട് ബസ് തടയാൻ തുടങ്ങി. കുറേ വിദ്യാർത്ഥിയൊക്കെ വിളിച്ച് കുറച്ച് കൂവിക്കാരെയൊക്കെ ചെന്ന് അതിനിടയ്ക്ക് ഒരുത്തം കയറി ആ പോലീസ് എയർ പോസ്റ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു. SI പോലീസുകാരുമായിട്ട് വന്ന് നിങ്ങളെല്ലാം അടിച്ചോടിച്ച കൂട്ടത്തിലൊരു പാവം കൊങ്ങിണി പയ്യൻ ഉണ്ടായിരുന്നു. അവനിത്തിരി ഈ ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്പുമായിരുന്നു, എപ്പിലെപ്റ്റിക്കുമായിരുന്നു. അവനാ ഓടിയ കൂട്ടത്തിൽ പിന്നെ ഓടയിൽ വീണുപോയി. ആരും ശ്രദ്ധിച്ചില്ല. ഇവരെല്ലാം അടികൊണ്ട് ഓടുകയാണ് പിള്ളേർ. ഇവൻ്റെ കാര്യം ആരും ശ്രദ്ധിച്ചില്ല. അവൻ അതിൽ മുങ്ങിക്കിടന്ന്, എപ്പിലെപ്റ്റിക്കായിരുന്നല്ലോ, മുങ്ങിക്കിടന്ന് മരിച്ചുപോയി. അപ്പോൾ ഇവർ ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അച്ഛനെ കണ്ട് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് ചെയ്ത് തരാം, ഇത് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവനൊരു രാഷ്ട്രീയമില്ല, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് വെക്കോ, ഇത് കുഴപ്പമില്ല. അവർ സമ്മതിച്ചില്ല. അന്ന് ഉമ്മൻചാണ്ടിയൊക്കെയാണ് ഇവിടെ ലോ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ വന്നിരുന്നുണ്ട്. രാഷ്ട്രീയം മുറിച്ചു വെക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം മുറിച്ചു വെക്കുന്ന ഒരു സമയമാണ് അത്. മുരളിയുടെ ആത്മാവ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയ മുരളി മരിച്ചത് ഈ എപ്പിലെപ്സി കൊണ്ടാണ്. മുരളിയെ പോലീസുകാർ തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് പക്ഷേ അതൊരു വലിയ സംഭവമായി പോയി കോളേജിലും കേരളത്തിലും. മുരളിയുടെ അകാല മൃത്യു അത് പോലീസിൻ്റെ പിന്നെ ആക്രമണം കൊണ്ട്. കോളേജിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ്? കോളേജിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേനും തീർന്നു. പിന്നീട് എന്തെങ്കിലും സമരം വരുമ്പോൾ ഒക്കെ മുരളിയുടെ ആത്മാവിനെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 76 പിന്നെ 76 കോളേജ് മിക്സ്ഡാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ ആൺപിള്ളേരൊക്കെ കുറച്ച് മര്യാദയായി. പെണ്ണുങ്ങൾ ആദ്യം വരുന്നതുകൊണ്ട് അവരും മര്യാദയായിരുന്നു. അതായത് ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവരെ കളിയാക്കാൻ പാടില്ല. ഈ പ്രിൻസിപ്പലോ ടീച്ചേഴ്സോ ഒന്നും കളിയാക്കില്ല, അച്ഛൻ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അറിഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് മര്യാദയായിരുന്നു. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ വന്ന് ഒന്നായപ്പോഴത്തേനും വീണ്ടും ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളായി. പിന്നീട് ഈ പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് മാറിയതിന് ശേഷമാണ് കോളേജ് അന്തരീക്ഷത്തിലൊരു സമാധാനം ഉണ്ടായത്. ഈ പ്രീ ഡിഗ്രി പിള്ളേരെ കൊണ്ടാണ് ഇവന്മാർ ഈ പിന്നെ ബഹളം ഉണ്ടാക്കുന്നത് മുഴുവൻ. റാഗിങ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഈ ഹോസ്റ്റലിലൊക്കെ വളരെ കൺട്രോൾ ഉണ്ടായിരുന്നു അച്ഛന്മാർക്ക്. 5 ഹോസ്റ്റലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എത്രത്തോളം വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു? ഇവർ പോകുന്നതിന് മുമ്പ് 2500 ഉണ്ടായിരുന്നു. ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും 500, 1000 അവർ മാറി. 7 ബാച്ച് മറ്റോ. പിന്നെ ഫസ്റ്റ് പ്രീ ഡിഗ്രി, അതുപോലെ തന്നെ സെക്കൻഡ് പ്രീ ഡിഗ്രി, രണ്ടും കൂടെ ആയപ്പോഴത്തേന് കൃത്യം ഞാൻ ഓർക്കുന്നില്ല നമ്പർ. അവരങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ശക്തി പോയി. പിന്നെ കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. എന്നാലും വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. സച്ചിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയെ വളരെയധികം സ്നേഹിക്കുക, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഒരു ക്യാമറ മേടിച്ചോണ്ട് വന്നു. ഏത് ക്യാമറയായിരുന്നു അത്? ഒരു കാനൻ AE1 ആയിരുന്നു. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ്. അല്ല, ഏതെങ്കിലും ഒന്ന് ഓട്ടോമാറ്റിക് ഇടാം. ഒന്നെങ്കിൽ അപ്പർച്ചർ അല്ലെങ്കിൽ സ്പീഡ് ഓട്ടോമാറ്റിക് ഇടാം. ഞാൻ അപ്പർച്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇട്ടുകൊണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിരുന്നു. അപ്പോൾ പിള്ളേരെ ഈ കുട്ടികളെ അതിൻ്റെ പിന്നെ അവർക്ക് അതിൽ താല്പര്യമായി. ക്യാമറ എനിക്കൊന്നും വളരെ കുറവായിരിക്കും അല്ലേ കാലഘട്ടത്തിൽ? ആ ഘട്ടത്തിൽ ആ കാലിബർ ക്യാമറ തീരെ കുറവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നൈക്കോണിലേക്ക് മാറി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ കയ്യിലൊരു നൈക്കോൺ D90 ഉണ്ടായിരുന്നു. അതിൻ്റെ 2-3 ലെൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, നിർത്തി. ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ്. ഇപ്പൊ ഇവിടെ ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു കളമശ്ശേരിയിലെ പ്രൊവിൻഷ്യൽ ഹൗസ് നവീകരിച്ചു. അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ വികസനം, ഒരു പണി, അതിലെനിക്ക് എന്തോ വൈദഗ്ധ്യം ഉണ്ടെന്നുള്ള ഒരു സങ്കല്പം ഒന്നുമില്ല, ഒരു സങ്കല്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു
ബ്ലൂ പ്രിൻ്റ് കണ്ടാലേ എനിക്കതിൻ്റെ ത്രീ ഡയമെൻഷണൽ പിക്ചർ എൻ്റെ മനസ്സിലുണ്ടാവും. ശരി. അതൊരു വലിയൊരു കഴിവാണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഞാൻ പണിത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആർക്കിടെക്റ്റ് മിച്ച് ബാർനെറ്റ് അസോസിയേറ്റ്സ്, അവിടുത്തെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർ പറഞ്ഞു അച്ഛനെ ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എന്തിനാ $200,000. അപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ടു ചീപ്പ് ഫോർ മീ. $200 എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമാണ്. അതെ. അല്ല 90s അല്ല, 20 അല്ല, ഞാൻ 12 പോരുന്നത്. അതിൻ്റെ ഒരു കുറച്ചാളം മുമ്പ്. അപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷം നമ്മുടെ ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിലായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. അച്ഛന് ഇപ്പം അച്ഛൻ വിശ്രമ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ അതെ. അപ്പം അച്ഛന് കാര്യമായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് പറയാം. എങ്കിലും മണപ്പുറത്ത് വാർദ്ധക്യത്തിൻ്റെ ബലഹീനതകളും ചാബല്യങ്ങളും എല്ലാം ഉണ്ട്. എങ്കിലും അച്ഛന് ഇനിയും കൂടുതൽ ആയുസോടുകൂടി ഇരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറിച്ചുള്ള ആശംസയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു.